ഒരു യുവതി ഒരു ദിവസം പെട്ടെന്ന് അവൾക്ക് നടക്കാൻ പോലും കഴിയാതെ. ആദ്യത്തിൽ ചെറിയ തലവേദന മാത്രമായിരുന്നു. ഇത് സാധാരണ കാര്യമാണല്ലോ എന്ന് കരുതി അവൾ അത് അവഗണിച്ചു. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ തലവേദന കൂടിക്കൊണ്ടേയിരുന്നു. അതോടൊപ്പം ശ്വാസം മുട്ടലും ചെറിയ ബലഹീനതയും കൂടി തുടങ്ങി. ഇതിനിടെ അവളുടെ അവസ്ഥ കൂടുതൽ മോശമായി. ഒരു ദിവസം അവൾക്ക് നടക്കാൻ പോലും കഴിയാതെ പോയി. അതോടെ കുടുംബം ഭയന്നു. മാതാപിതാക്കൾ അവളെ ഓട്ടോയിൽ കയറ്റി സ്ട്രെച്ചറിൽ കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർക്ക് പോലും ഒരു നിമിഷം ആശയക്കുഴപ്പം. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ഗുരുതരമായ അവസ്ഥ. ഉടൻ തന്നെ പരിശോധനകൾ തുടങ്ങി. ബ്ലഡ് ടെസ്റ്റ്, സ്കാൻ, വിവിധ പരിശോധനകൾ. പക്ഷേ ഒന്നും വ്യക്തമായ ഉത്തരമൊന്നും കൊടുത്തില്ല. ഒരാശുപത്രി, രണ്ടാമത്തെ ആശുപത്രി, മൂന്നാമത്തെ ആശുപത്രി, എവിടെയും ഒരേ കഥ. എന്താണ് പ്രശ്നം? ആർക്കും കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. ഇതിനിടെ അവളുടെ അവസ്ഥ വീണ്ടും മോശമാവുകയായിരുന്നു. തലവേദന അത്രയും അസഹ്യമായി. അവൾക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ട് തുടങ്ങി. ഒടുവിൽ ഒരു അഡ്വാൻസ്ഡ് സ്കാനിംഗ് നടത്താൻ തീരുമാനിച്ചു. അത് ചെയ്തപ്പോൾ ഡോക്ടർമാർ സത്യത്തിൽ ഞെട്ടി. തലച്ചോറിന് ചില ഭാഗങ്ങളിൽ അസാധാരണമായ ഒരു മാറ്റം കണ്ടു. നാരുകൾ പോലെയുള്ള ചില ഘടനകൾ തലച്ചോറിന്റെ ഉള്ളിൽ കാണപ്പെട്ടു. ഇതെന്താണ്? ഇത് തന്നെയായിരുന്നു ഡോക്ടർമാരുടെ വലിയ ചോദ്യം. കൂടുതൽ പരിശോധനകൾ നടത്തി, ഹിസ്റ്ററി എടുത്തു. അപ്പോഴാണ് ഒരു ചെറിയ കാര്യത്തിലേക്ക് ശ്രദ്ധ പോയത്. യുവതിയുടെ ബാല്യകാലം. അവൾ ചെറുപ്പം മുതൽ ഒരു പൂച്ചയെ വളർത്തിയിരുന്നു. ആ പൂച്ച വീട്ടിലെ ഒരു അംഗം പോലെ തന്നെയായിരുന്നു. അവൾക്കൊപ്പം കളിക്കും, അവൾക്കൊപ്പം കിടന്നുറങ്ങും, അതെടുത്ത് സ്നേഹിക്കും, ചുംബിക്കും പോലും. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. പക്ഷെ ചിലപ്പോൾ അപകടത്തിനും കാരണമാകാം. ഡോക്ടർമാർക്ക് സംശയം തുടങ്ങി. ഇത് നേരിട്ട് രോമം തലച്ചോറിലേക്ക് പോയതല്ല, പക്ഷേ പെറ്റ് ആനിമൽസിൽ നിന്ന് വരുന്ന ചില ഇൻഫെക്ഷൻ ശരീരത്തിലേക്ക് കയറി അത് പിന്നീട് തലച്ചോറിനെ ബാധിക്കുകയും ചെയ്തിരിക്കാം. ഇത് റെയറായ കേസുകളിൽ സംഭവിക്കാം. ആദ്യത്തിൽ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കൂ. തലവേദന, ശ്വാസം മുട്ടൽ. മരുന്ന് കഴിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് കുറയും. എന്നാൽ അസുഖം അകത്ത് തുടരുകയും ചെയ്യും. പിന്നീട് പനി, തുമ്മൽ, ശരീര ബലഹീനത, ഒടുവിൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഈ യുവതിയുടെ കാര്യത്തിലും അതേ രീതിയിലാണ് എല്ലാം നടന്നത്. നീണ്ട കാലം ചികിത്സയ്ക്ക് ശേഷം അവൾ റിക്കവർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് എളുപ്പമായിരുന്നില്ല. മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വരെ വേണ്ടിവരും. മൃഗങ്ങളെ സ്നേഹിക്കുന്നത് തെറ്റല്ല. പൂച്ചയോ നായയോ അവ നമുക്ക് സന്തോഷം നൽകുന്നവരാണ്. പക്ഷേ ഹൈജീൻ പാലിക്കണം. വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ഒഴിവാക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ചില രോഗങ്ങൾ നമ്മൾ കാണാതെ തന്നെ പകരാം.